അടുത്ത ജീവിതം മൂഞ്ചി. ഇനി നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് മുമ്പോട്ടൊരു യാത്ര ഉണ്ടാവും തോന്നണില്ല. ഇതിലൊരു വണ്ടി എന്തോ മറിഞ്ഞിട്ട് വഴി ബ്ലോക്കാണ്. ഗുഡ് മോർണിംഗ്, ഷിഫ്റ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു. നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. നമ്മളിപ്പോഴാട്ടോ ഇന്നത്തെ ദിവസം പുറത്തോട്ട് ഇറങ്ങണം. ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി വണ്ടിയുടെ ഒന്ന് വെയിറ്റ് എടുക്കണമായിരുന്നു, വെയിറ്റ് എടുത്തു. അങ്ങനെ പകൽ നമ്മുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ വണ്ടിയുടെ വെയിറ്റൊക്കെ എടുത്തു. ഇതിപ്പോൾ നമ്മൾ നേരെ വണ്ടി ഒരു പമ്പിൽ കൊണ്ടുവന്നേ പോട്ടെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡീസലൊക്കെ അടിച്ച് സെറ്റാവണം. നമ്മൾ പതുക്കെ തെറിക്കുവാണ് കേരളത്തിലേക്ക്. പിന്നെ ഇന്ന് രാത്രി മൊത്തം യാത്രയായിരിക്കും. സമയം ഇപ്പോൾ 11:30 ആയിട്ടോ. നമ്മൾ ഇത്രയും വൈകി ഇറങ്ങി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല ലോഡുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ട്രാഫിക്കൊക്കെ കുറഞ്ഞിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ടങ്ങ് ഓടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇത്രയും വൈകി ഇറങ്ങിയത്. അപ്പോൾ രാത്രി നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിവിടെ നിന്ന് നേരെ ഗുജറാത്തിലെ അംഗ്ലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് പോകണത്. നമ്മളിവിടെ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ ഉണ്ട് അംഗ്ലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട്. ഈ സമയം കൊണ്ട് ഹൈവേയിൽ വണ്ടി വളരെ കുറവാട്ടോ. നമ്മളെ പോലത്തെ വലിയ വണ്ടികൾ മാത്രമാണ് ഈ സമയത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റോഡ് ഭയങ്കര ഫ്രീ ആണ്, നമുക്ക് സ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ച് പോകാം. നമ്മളിപ്പോൾ ഗുജറാത്തിലെ അംഗ്ലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടോ. ഈ ഏരിയയിൽ ഒത്തിരി ഫാക്ടറീസ് ഉണ്ട്. കാരണം ഇതിവിടെ പോകാൻ നേരത്ത് ഭയങ്കര കെമിക്കലിൻ്റെ മണമൊക്കെ കേട്ടോ. ഗുജറാത്തിലെ അവസ്ഥ ഉണ്ടോ, അത് പ്ലാസ്റ്റിക് കുന്നുകൂടി കിടക്കണേതാ കാണുന്നത്. അതുപോലെ തന്നെ ആ പുഴയിലൊക്കെ വെള്ളം ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുക. കെമിക്കലൊക്കെ പുറന്തള്ളുന്നതുകൊണ്ടായിരിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. നമ്മളിപ്പോൾ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കൂടെ മുമ്പോട്ട് പോകുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇനി പോകുന്നത് നവസാരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. നമ്മൾ അവിടെ നിന്ന് പിന്നെ ചുക്ലി എന്ന് പറഞ്ഞ സ്ഥലം ചെല്ലും. അവിടെ നിന്ന് പിന്നെ ധരംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബോംബെ വഴി പോകാനായിരുന്നു നോക്കിയായിരുന്നത്. പക്ഷേ നമ്മളിനിയിപ്പോൾ ഈ സമയത്ത് ഓടി ചെല്ലാൻ നേരത്ത് 7 മണിയൊക്കെ ആവും ബോംബെയിൽ. പിന്നെ ട്രാഫിക് ആയിരിക്കും. ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് ട്രാഫിക് കവർ ചെയ്ത് കയറി വരുന്നതിന് ഒത്തിരി സമയം എടുക്കും. അതിലും ഭേദം നമുക്ക് ഈ വഴി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വഴി എടുത്തേക്കാം. നമ്മൾ ധരംപൂരിൽ നിന്ന് ഒരു 9-10 കിലോമീറ്റർ പോകുന്നു കേട്ടോ. നാസിക്ക് പോണ വഴിയാണ്. നാസിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നാസിക്ക് പോണ വഴിക്ക് നമുക്കൊരു ചുരം കയറാനുണ്ട്. ആ ചുരത്തിൽ ഒരു വണ്ടി എന്തോ മറിഞ്ഞിട്ട് വഴി ബ്ലോക്കാണ്. അതുകൊണ്ട് നാഷണൽ പെർമിറ്റ് ഇങ്ങനെ ബ്ലോക്കായി കിടക്കും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മൊത്തം വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്കിനി എപ്പോൾ പോകാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന് വട്ടം ഒരു വണ്ടി മറിഞ്ഞേക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. പിന്നെ അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് പോകാൻ. നമ്മൾ ഈ ബ്ലോക്കിൽ 5:30 ആയപ്പോൾ എത്തിയത് കേട്ടോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ബ്ലോക്കിന് വരാനൊക്കില്ല. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നടക്കാനിറങ്ങിയത് കേട്ടോ. എന്നാൽ ഈ നടപ്പിനിടയ്ക്ക് വണ്ടി എണ്ണാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, സാധിക്കില്ല. ബ്ലോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടന്നു കേട്ടോ. ഇനിയും ഫ്രണ്ടിട്ട് വണ്ടി എടുക്കുക. നമ്മൾ ഇത്രയും നടന്നു വന്നിട്ട് ഒറ്റ കേരള വണ്ടി കണ്ടില്ല കേട്ടോ. എല്ലാ NL, ഗുജറാത്ത്, മഹാരാഷ്ട്ര, നാഗാലാൻഡ് എല്ലാം ഒരു കേരള വണ്ടി പോലുമില്ല. അപ്പാടെ ഈ ബ്ലോക്കിൽ നമ്മുടെ ഒരു ഒറ്റ വണ്ടി ഉള്ളൂ കേരള വണ്ടി എന്നാണ് എനിക്ക് തോന്നണേ. അടുത്ത ജീവിതം മൂഞ്ചി. ഇനി നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് മുമ്പോട്ടൊരു യാത്ര ഉണ്ടാവുമെന്ന് തോന്നണില്ല. സമയം ഇപ്പോൾ 9 മണിയായിട്ടോ. ബ്ലോക്ക് ഇതുവരെ തീർന്നല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ നിർത്തുക.